കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ശ്രീലകത്തേക്ക് നോക്കി ആകെ തിളക്കം, അത്ര ഭംഗിയായിട്ടുള്ള കളഭാലങ്കാരം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാലുമേൽ ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, നല്ല വീതിയുള്ള പൊന്തളകൾ. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഞാത്തുകൾ പോലെ ഇങ്ങനെ വട്ടത്തിൽ രണ്ട് തടറ മുളക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കസവിൻ്റെ ഇങ്ങനെ ഒട്ടിച്ച് നല്ല രസമായിട്ട് ഒന്ന് ചർച്ചിട്ടുണ്ട്. ഈ കിങ്ങിണിയുടെ ഒപ്പം തന്നെ അരയിലൊരു ഒരു കയറുകൊണ്ട് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ആ കെട്ട് ഇടത്ത് ഭാഗത്ത് അത് അവരൻ്റെ മുളക്കി കെട്ടിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ദാമോദരനായിട്ടാണ് പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. ഒരലിൻ്റെ മുകളിൽ കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിൻ്റെ തലപ്പ് പൊന്നുണ്ണി കണ്ണൻ്റെ അരയിലും കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ശോധമ ഒരലിന്മേൽ കെട്ടി വെച്ച് നിർത്ത സമയമാണെന്ന്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകൾ ഒക്കെ അങ്ങനെ വീതിയുടെ കസവിനോട് നല്ല ഭംഗിയെ കാണാൻ. ഈ കളപത്തിന് മുള്ള കസവിനങ്ങനെ ഒട്ടിച്ച് നല്ല വീതിയിലുള്ള കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു ഓടക്കോഴി പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈ ആരെയും ഇങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ നിൽക്കണം, ഒരു മിടുമിടുക്കനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കണ അങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു ഉണ്ണിക്കാണ്. തടിച്ചൂരുണ്ട്, നല്ല കൗതുകമാണ്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിലെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി മിടുമിടുക്കൻ. എന്താ പുഞ്ചിരി എന്ന് വെച്ചാൽ ആ പുഞ്ചിരിയും ഈ തിലകങ്ങളുടേതും പിന്നെ കസവിൻ്റെ കൊട്ടി എല്ലാം ഇങ്ങനെ തിളങ്ങണം ശ്രീലകത്ത്. ആ നെയ്വിളക്കൻ്റെ ശോഭയിൽ നല്ല ഭംഗിയായിട്ട് ശരിക്കും പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടെ കാണാൻ. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൽ നമ്മൾ 2 തിരുമുടിമാലകളാണ്, വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടൊരു തിരുമുടിമാല. മറ്റതെങ്ങനെ വെച്ചാൽ തുളസിപ്പൂവും വെളുത്ത പൂവും ഇങ്ങനെ ഇടയിലിടയിലായിട്ട് അങ്ങനെ അങ്ങനെ 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെ വെച്ചാൽ കൈമുട്ട് വരെ തെച്ചി മാത്രമായിട്ട്, അതിന് തെച്ചി താഴത്തേക്ക് വെളുത്ത പൂ തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്നിട്ട് 2 ഭാഗത്ത് ഒരേപോലെ. അതുപോലെ മറ്റേ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ താമരയും തുളസിയും തെച്ചിയും ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒന്ന്, അങ്ങനെ അതും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ദാമോദരനായിട്ട് ശ്രീലകത്ത് നിൽക്കുന്ന കാണാൻ നല്ല കൗതുക. തടിച്ചൊരു മിടുക്കനൊരു ഉണ്ണി. ഈ കഥ നല്ല തിളക്കും, എല്ലാം കൊണ്ട് നല്ല രസമാണ് കാണാൻ. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് എന്താ പറയുക, തെച്ചിയും തുളസിയും വെളുത്ത പൂങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടുള്ള ഒന്ന്, പിന്നെ വെളുത്ത പൂ മാത്രമായിട്ടുള്ള ഒന്ന്, പിന്നെ തെച്ചിപ്പൂ മാത്രമായിട്ടുള്ള ഒന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള 2 ഉണ്ടമാലകൾ. അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുക. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ അവിടെ പൊന്നുണ്ണി കണ്ണൻ നിൽക്കുന്നതാണ്, നല്ല കൗതുകമുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഗോവിന്ദനെന്നിൽ കനിയുന്നതായാലേതെങ്കിലും വല്ല വിധത്തിലും ഞാൻ ശ്രീപാദപത്മങ്ങൾ ഭജിച്ചു തന്നെ ഈ ജന്മമേ മട്ടു കഴിച്ചു കൂട്ടും. താഴുന്നു ഞാൻ കൃഷ്ണപദാംബുജത്തിൽ, വാഴുന്നു ഞാൻ സ്വർഗസുഖത്തിൽ മീതെ, കേഴുന്നു ഞാൻ കേശവലീല പാടി, ആഴുന്നു ഞാൻ മോദമഹാർണവത്തിൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് പൊന്നുണ്ണിക്കാണ് അങ്ങനെ ദാമോദരനായിട്ടാണ് നിൽക്കുന്നത്. അവരെല്ലാം മരിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം, അങ്ങനെ ആകെ തിളക്കാണ്. നല്ല സന്തോഷം, നല്ല പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അവിടെ വീണ്ടും നമസ്കരിക്കാൻ നമുക്ക് ആ സച്ചിദാനന്ദക്കട്ട അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ നിൽക്കണ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ്ടും നമസ്കരിക്കുക. ആ തടിച്ചൂരിൻ്റെ തൊടുത്ത ആ തൃപ്പാദത്തിൽ മുറുകെ പിടിക്കുക. ഭക്തന്മാർക്ക് പിടിക്കാനുള്ളതാണ് അത് തൃപ്പാദം കേട്ടോ. ആ തൃപ്പാദം മുറുകെ പിടിച്ചാൽ തിരുമുഖത്തേക്ക് നോക്കുക. എന്താ പുഞ്ചിരി, നല്ല സന്തോഷം തോന്നുന്നുണ്ട. അങ്ങനെ പുഞ്ചിരി തൂക്കി നിൽക്കണം. ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടാണ്, നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം. കണ്ണാ അനുഗ്രഹിക്കണേ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.